അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോലീസ് വന്നിട്ട് പറയുന്നു, നിങ്ങൾ 4 പേരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പാടില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല, ആരെവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്ന പോലീസ് അല്ലല്ലോ, അതിന് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, അവർ തീരുമാനിക്കട്ടെ. അവർ പറയും, അവരുടെ നിർദ്ദേശാനുസരണമാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി അത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ അത് മാറ്റിയിരുത്തണമെങ്കിൽ അത് പോലീസിന്റെ പണിയല്ല. കയർത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് സെൽഫ് റെസ്പെക്ട് എൻ്റെ ഹേർട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. എനിക്ക് വളരെ മോശമായ രീതിയിൽ നമ്മളെ അടിമകളെ പോലെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഈ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് BLO മാരനെയാണ്. നമ്മൾ ഒരാൾ പോലും പുറത്തു പോകാത്ത രീതിയിൽ എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം. എനിക്ക് വണ്ടി പോലും ഇല്ല, ഞാനൊക്കെ നടന്നുകൊണ്ടാണ്. എൻ്റെ ഭാഗത്ത് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ വളരെ കുന്നും മലയുള്ള സ്ഥലമാണ്. അനൂപിനെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കുക പോലീസേ. ഇന്നലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരിന്തൽമണ്ണയിൽ പോലീസ് ഉദ്യോഗസ്ഥർ BLOയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാണ്. ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമര പരിപാടിയാണ് ഇവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളോടൊപ്പം സമരത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആണല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് പോലീസിന്റെ ഇന്നലത്തെ ഇടപെടൽ? നമുക്കറിയാം, കേരളത്തിലെ ഇന്നലെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ യഥാർത്ഥത്തിൽ ഇന്നലെ മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായും മാസങ്ങളായും നടന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരാണ് നമ്മുടെ BLO മാരും മറ്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും. ഇന്നലെ പോളിംഗ് ദിവസം സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. പോളിംഗ് ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള സ്റ്റാഫ് ഉണ്ട്. അതുപോലെ തന്നെ പുറത്ത് BLO മാർ ഉൾപ്പെടെയുള്ള വോട്ടർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായി നിയമപരമായി പ്രവർത്തിക്കുന്നവരാണ്. ഇന്നലെ ഖാദർമുല്ല UP സ്കൂളിൽ നമുക്കറിയാം, അവിടെ 4-5 ബൂത്ത് ആ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 5 ബൂത്തിലേക്കുള്ള പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഓഫീസ് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ആളുകൾ അവിടെയുണ്ട്. അതുപോലെ BLO മാർ 5 പേര് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം, പലപ്പോഴും ആളുകൾ ഇവിടെ വരുമ്പോൾ ഏത് ബൂത്തിലാണ് എന്റെ വോട്ട് എന്ന് അറിയാത്തതുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ വരുന്ന ആളുകളൊക്കെ BLO മാരുടെ അടുത്തേക്കാ. ഈ വോട്ടർമാരെ നേരിട്ട് പരിചയമുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ 5 BLO മാർ മാത്രമാണ്, വേറൊരാളും ഇല്ല. അപ്പോൾ ഒരാൾ വരുമ്പോൾ മാഷ അല്ലെങ്കിൽ മറ്റൊരു ജീവനക്കാരൻ, എവിടെയാണ് എന്റെ വോട്ട്? അപ്പൊ നിങ്ങൾക്ക് ഇന്ന ബൂത്തിലാണ്, മറ്റേ ആൾക്ക് അപ്പുറത്തെ ബൂത്തിലാണ്. മറിച്ച് വരിയിൽ ഇങ്ങനെ നിൽക്കുന്നു, അവിടെ അവസാനം എത്തുമ്പോഴാണ് നിങ്ങളുടെ വോട്ട് ഈ ബൂത്തല്ല അപ്പുറത്തെ ബൂത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം പോയി പുറകിൽ വരിയിൽ നിൽക്കണ്ടേ, വലിയ പ്രയാസമാണ്. അപ്പോൾ എന്ന് മാത്രം ഇന്നലെ നല്ല തിരക്കോട് കൂടിയുള്ള പോളിംഗ് ആണ്. നല്ല ശ്രമകരമായ രൂപത്തിലേക്ക് എല്ലായിടത്തും ലൈനും ഒക്കെ നിൽക്കുമ്പോൾ നല്ല പ്രയാസം ഉണ്ടാവുന്നുള്ളത് കൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ടാണ് നമ്മുടെ BLO മാർ അവിടെ ഡ്യൂട്ടി ചെയ്ത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോലീസ് വന്നിട്ട് പറയുന്നു, നിങ്ങൾ 4 പേരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പാടില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല, ആരെവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്ന പോലീസ് അല്ലല്ലോ, അതിന് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ല, അവർ തീരുമാനിക്കട്ടെ. അവർ പറയും, അവരുടെ നിർദ്ദേശാനുസരണമാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി അത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ അത് മാറ്റിയിരുത്തണമെങ്കിൽ അത് പോലീസിന്റെ പണിയല്ല, അത് നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇങ്ങനെ അവിടെ പ്രയാസം ഉണ്ടാവുന്നുണ്ട്, പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് വേണ്ട. അല്ലാണ്ട് ഒരു പ്രശ്നം ആരെങ്കിലും നാട്ടുകാരൻ പറഞ്ഞ ഉടനെ അത് പരിഹരിക്കുന്ന രൂപത്തിലേക്ക് അങ്ങനെ വളരാൻ പോലീസുകാർ ഒരു BNSന്റെയും അവകാശം കൊടുത്തിട്ടില്ല. അവിടെ പ്രിസൈഡിംഗ് ഓഫീസർമാർ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റർമാരുണ്ട്, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അല്ലെങ്കിൽ മുകളിൽ RO മാരുണ്ട്, അല്ലെങ്കിൽ ഇതിനൊക്കെ ചുമതല വഹിക്കുന്ന കളക്ടർ ഉൾപ്പെടെ സംവിധാനമുണ്ട്. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പരാതിയും അവിടെ ഇല്ല. ഒരു പരാതിയും ആരും പറഞ്ഞു എന്ന് മാത്രമല്ല, രാഷ്ട്രീയ വ്യത്യാസം നമുക്കറിയാമല്ലോ. ഒരു പോളിംഗ് ബൂത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ അവിടെ വോട്ടർമാരാണ്. സ്വാഭാവികമായിട്ടും BLO മാർ എന്ന് പറയുന്ന ആളുകൾ വ്യത്യസ്ത ജീവനക്കാർ നിലയ്ക്ക് സംഘടനയിൽപ്പെട്ടവരാണ്, പല സംഘടനയിൽപ്പെട്ടവരും ഉണ്ടാവും. അറിയുന്നവർ, അവരെക്കുറിച്ച് രാഷ്ട്രീയം അറിയുന്നവരും അറിയാത്തവരും ഒക്കെയാണ് ഈ വോട്ടർമാരായി വരുന്ന ആളുകൾ. അങ്ങനെ അവിടെ വരുമ്പോൾ ആ രാഷ്ട്രീയ ജീവനക്കാരന്റെ രാഷ്ട്രീയമല്ല, മറിച്ച് തന്നെ സഹായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നിലയ്ക്കാണ് ആളുകൾ അവരെ കാണുന്നതും. ആ രൂപത്തിലാണ് എല്ലാ ബൂത്തിലും ഈ പ്രവർത്തനമുള്ളത്. നമ്മളൊക്കെ പോളിംഗിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ. അവിടെയാണ് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, ഇവിടുന്ന് പോകണമെന്ന രൂപത്തിലേക്ക് ധാർഷ്ട്യത്തോടെ പറയുക മാത്രമല്ല, അയാളെ വലിച്ചിറക്കി തള്ളുന്ന നിങ്ങൾ ചിത്രങ്ങളിൽ കണ്ടല്ലോ, നമ്മള് മാധ്യമങ്ങൾ കണ്ടല്ലോ, അയാളെങ്ങനെ തള്ളി കൊണ്ടുപോകാൻ. അങ്ങനെ തള്ളിക്കൊണ്ടുപോകാൻ ഈ പറഞ്ഞ SI ഉദയൻ SI എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന് എന്ത് അവകാശമാണുള്ളത്? രാജ്യത്ത് അയാൾ പറഞ്ഞത് ഇന്നലെ ഇട്ട FIR പ്രകാരം BNSന്റെ 352 ഏതാ വകുപ്പുണ്ട്. ഏത് BNS പ്രകാരമാണ് ഇങ്ങനെ ഒരു BLOയെ തള്ളിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അവകാശമുള്ളത് എന്ന് പോലീസുകാരെന്ന് പറഞ്ഞു തന്നാൽ മതി. അവരൊന്ന് പറയട്ടെ, ഇന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, അയാൾ ഒന്നുകിൽ വ്യക്തിപരമായ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയമായ യജമാനന്മാരെ ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉള്ളതായി ഞങ്ങൾ മനസ്സിലായി. ഞങ്ങൾ അന്വേഷിച്ചു, രാഷ്ട്രീയമായിട്ടൊന്നും അത്തരത്തിലുള്ള പ്രശ്നമൊന്നും അവിടെ ഇല്ല. പക്ഷേ ഇയാൾക്ക് എന്താണെന്നുള്ളത് അയാൾ തന്നെ പറയേണ്ട കാര്യമാണ്.
അപ്പോൾ കാക്കി ഉടുപ്പിട്ട് തൊപ്പിയും വെച്ച് അതിനടിയിൽ വേറെ ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യമൊക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലേക്കുള്ള നിലപാട് ഇത്തരത്തിലേക്ക് പോളിംഗ് നടക്കുന്ന ഒരു സ്ഥലത്ത് സ്വീകരിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ FSCTക്ക് കഴിയില്ല. അഭിമാനമുള്ളവരാ ജീവനക്കാരും അധ്യാപകരും. നമ്മളൊക്കെ നമ്മൾ ഈ പോലീസുകാർ മുഴുവനും ആകെ കുഴപ്പക്കാരെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. നല്ല മാതൃകാപരമായി ശ്രമകരമായി ഇടപെട്ട ആളുകൾ, എന്റെയൊക്കെ ബൂത്തിൽ, ഞാനൊക്കെ വോട്ട് ചെയ്യുന്ന ബൂത്തിലൊക്കെ ആളുകളെ പിടിച്ചു കയറ്റി കൊണ്ടുവന്ന പോലീസുകാരുണ്ട്. വാഹനത്തിൽ വരുമ്പോൾ അവരെ അകത്തേക്ക് എടുത്തു കയറ്റുന്ന പോലീസുകാരുണ്ട്. അങ്ങനെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ഈ വോട്ടിംഗ് പ്രക്രിയ നന്നായി നടക്കണമെന്ന രൂപത്തിലേക്ക് ഇടപെടുന്ന പോലീസുകാരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള ശ്രീ ഉദയനെ പോലുള്ള ചില ആളുകൾ ഇങ്ങനെ സമാധാനപരമായി നടക്കുമ്പോൾ, അങ്ങനെ സമാധാനപരമായി നടന്നാൽ എന്തോ കുഴപ്പമുണ്ട്, ചെറിയ ക്രമസമാധാന പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ടാക്കണമെന്ന ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ല അയാളുടെ സ്വയമായ ബോധ്യത്തിന്റെ ഭാഗമായിട്ടോ എന്നറിയില്ല, അവിടെ ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, BLOയെ തള്ളി മാറ്റുന്നു. അവിടെ BLOമാർ സംഘടിച്ചൊരു പ്രയാസം ഉണ്ടാക്കിയാൽ അവരുടെ കൂടെ കൂടാനും നാട്ടുകാർക്ക് ഉണ്ടാവും, അതൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങളാരും പുറത്തുനിന്ന് വന്നവരുന്നില്ല, ഈ നാട്ടിൽ തന്നെ പണിയെടുക്കുന്നവരാണ് ജീവനക്കാരും അധ്യാപകരും. അങ്ങനെയൊന്നും അവിടെ പോവാത്തത് ഞങ്ങളുടെ ആ നിലയ്ക്കുള്ള ഈ ഇലക്ഷൻ പ്രക്രിയ നന്നായി നടക്കണമെന്നുള്ള ഞങ്ങളുടെയൊക്കെ ഉറച്ച ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അത് അടിയന്തരമായി ഞങ്ങൾ ഇന്നലെ തന്നെ തഹസീൽദാരുടെ കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രസ്താവന നമ്മുടെ ഇലക്ഷൻ വിഭാഗത്തിന്റെ ഭാഗമായി വന്ന് ഞങ്ങൾ ഗ്രൂപ്പിൽ കാണുകയുണ്ടായി. ഇത്തരത്തിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലേക്കുള്ള ഒരു കയ്യേറ്റം ഉണ്ടായതായി അതിന്റെ ഭാഗമായി പറയുന്നുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി ഇട്ടിട്ടുള്ള ഉച്ചയ്ക്ക് ശേഷം ഇട്ടുള്ള FIR റദ്ദാക്കിക്കൊണ്ട് ഈ പറഞ്ഞ പോലീസിന്റെ ഭാഗത്ത് വന്നുള്ള വീഴ്ച അത് ബന്ധപ്പെട്ട ആളുകളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ മാപ്പ് പറയണമെന്നും പറഞ്ഞില്ല. കാരണം അങ്ങനെ ഒന്നും കുട്ടികളൊന്നും അല്ല നമ്മൾ. പക്ഷെ മറിച്ച് ആ രൂപത്തിലേക്കുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. തന്റെ ഭാഗത്ത് വന്ന തെറ്റ് ബന്ധപ്പെട്ട ആളുകളോട് പറയാനും മേലിൽ അത് ആവർത്തിക്കില്ല എന്ന ഉറപ്പ് ഈ സമൂഹത്തിന് കിട്ടേണ്ടതുണ്ട്. നാളെയും തെരഞ്ഞെടുപ്പുകൾ ആ ഡ്യൂട്ടി ചെയ്യേണ്ട ആളുകളാണ് ഈ നിൽക്കുന്ന ആളുകളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും സമാധാനപരമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് ആ ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാവണമെങ്കിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഒക്കെയുള്ള അഭിമാനം സംരക്ഷിക്കാൻ, അവർക്ക് ആത്മവിശ്വാസം പകരുന്ന രൂപത്തിലേക്ക് ഇടപെടേണ്ട, അവരെ സഹായിക്കേണ്ട പോലീസുകാർ ഇത്തരത്തിലേക്ക് ആ വോട്ട് എടുപ്പ് ഇന്നലെ ഇപ്പോൾ അരീക്കോട് നവാസ് എന്ന് പറയുന്ന ഒരു BLO അവിടെ വന്ന് പോലീസ് എന്തോ ചോദിച്ചു അത്രേ. ആ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ പണ്ടത്തെ മാതിരി ഏമാനെ എന്ന് വിളിച്ചു നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അത് മാഷൻ നിൽക്കില്ല, ജീവനക്കാരൻ നിൽക്കില്ല, ഒരു സാധാരണ മനുഷ്യൻ നിൽക്കില്ല. അങ്ങനെ എങ്ങാനും ഈ പറയുന്ന ഉദയനെ പോലെ ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലത്ത് നിങ്ങൾ പോകണമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് തട്ടിക്കേറിയാൽ പറയാനും സംസാരിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അങ്ങനെ സാധാരണ ഒച്ചയിൽ സംസാരിച്ചു. അങ്ങനെ നവാസ് രാവിലെ 10 മണിക്ക് ഒരു സംസാരമൊക്കെ കഴിഞ്ഞു. SIയോ CIയോ മറ്റാണ് നമുക്കറിയില്ല, അത് അവർക്കല്ലേ അറിയാം. യഥാർത്ഥത്തിൽ അവിടെ ഡ്യൂട്ടിയുള്ള പോലീസുകാരെ നമുക്കറിയാം. പുറത്തുനിന്ന് വരുന്ന ആരാന്ന് അവർ പരിചയപ്പെടുത്തിയാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന രാത്രി 12:30 ഒരു FIR. അപ്പൊ ഞങ്ങൾ കാണുന്നത് പെരിന്തൽമണ്ണയിൽ ഇത്തരത്തിലേക്കൊരു FIR ഉണ്ടാവുന്നു, അതിന്റെ ഭാഗമായി പ്രതിഷേധം ഉണ്ടാവുന്നു. ആ പ്രതിഷേധത്തിൽ കളക്ടർ ഇടപെടുന്നു, ബന്ധപ്പെട്ട ആളുകൾ ഇടപെടുന്നു. അങ്ങനെ ഇടപെടുമ്പോൾ അങ്ങനെ ഇനി ഇടപെടാൻ കഴിയാത്ത വിധം വേറൊരാളെ കൂടി അങ്ങനെ ഉണ്ടല്ലോ, ഈ കൗണ്ടർ കേസ് ട്രാപ്പിൽ പെടുത്തുക, അതൊക്കെ നന്നായിട്ട് പോലീസുകാർക്ക് അറിയാം, നമുക്കൊന്നും അറിയില്ല കേട്ടോ. അവരോട് തന്നെ ചോദിക്കണം, നമ്മൾ അങ്ങനെ അതിനെ കാണുന്നത്. അപ്പൊ രാത്രി 12:30 ഒരു FIR. ഈ പറയുന്ന നവാസ് എന്ന് പറയുന്ന BLO ഇയാളുടെ ഔദ്യോഗികൃത്യം ഇവിടെ തടസ്സപ്പെടുത്തിയത്രേ. എന്താ ഔദ്യോഗികൃത്യം? BLOന്റെ ഔദ്യോഗികൃത്യം തടസ്സപ്പെടുത്തിയ പോലീസുകാരല്ലേ യഥാർത്ഥത്തിൽ. ആ പോലീസുകാർക്കെതിരെ ഏത് ആക്ട് പ്രകാരം നിങ്ങൾ നടപടിയെടുത്ത് ഒരു FIR നമ്മൾ കണ്ടില്ലല്ലോ. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും FIR എടുക്കുന്നത് നമുക്ക് നോക്കാം, കോടതി വെച്ച് നമുക്ക് കാണാം. അപ്പൊ ഈ രൂപത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ അവിടെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തെ വഷളാക്കുന്ന ആളുകളുണ്ട്. അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവർക്കെതിരെയുള്ള നല്ല പ്രതിഷേധം FSCTയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് അങ്ങനെ അംഗീകരിച്ചു കൊടുത്ത് ഒപ്പം പോകുന്നവരല്ല, മറിച്ച് ഈ ജനാധിപത്യ പ്രക്രിയ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ കരുത്തിനെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ. നമ്മളോടൊപ്പം ഇന്നലെ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ അനൂപ് മാഷ് കൂടെയുണ്ട്. ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് ഭാഗമാകാനുണ്ടായ കാരണം? പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ കാദർമൊല്ല മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിലെ ബൂത്ത് നമ്പർ 80-ലെ BLO ആയിരുന്നു ഞാൻ. ഇന്നലെ ഒരു 6:45 സമയത്ത് തന്നെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്, സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, അതിന് സമയം കിട്ടിയില്ല. കാരണം അങ്ങനെ വന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രായമായവരുണ്ട്, അവർക്ക് കാഴ്ച കുറവുള്ളവരുണ്ട്, ബൂത്ത് എഴുതിയ കൃത്യമായി കാണാത്തതിനാൽ നമ്മളോട് പലരും ചോദിക്കായിരുന്നു അവരവിടെ. അപ്പൊ നമ്മുടെ ആ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ നല്ല വെയിൽ വന്നു അവിടെ ആ ഭാഗത്ത്. അപ്പോൾ അവർ പറഞ്ഞു, ആദ്യൊരു ഓഫീസർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിച്ചു വിട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ ഈ വെയിൽ കൂടിയപ്പോൾ സമയത്ത് ഞങ്ങൾ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കൂടി ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു തണൽ ഭാഗത്തേക്ക് മാറി. എൻ്റെ ഒപ്പം
ഷമ്മാസ് എന്ന BLO ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ പേര് ജിതിൻ എന്നാണ്. പിന്നെയാണ് ഞാൻ ആ സമയത്ത് എനിക്ക് ആരും പേരറിയില്ല, കാരണം നെയിം ബോർഡും നോക്കാൻ നമുക്ക് ആകെ സംഭ്രമിച്ചുകൊണ്ട് ഉള്ള ഇതായിരുന്നു. പിന്നീട് അറിയാൻ കഴിഞ്ഞ ജിതിൻ എന്നുള്ള പോലീസ് ഓഫീസറാണ്. അദ്ദേഹം വന്നിട്ട് വളരെ ഷൗട്ട് ചെയ്തുകൊണ്ട് ആദ്യം ഒരു പ്രാവശ്യം അദ്ദേഹം വന്നു. അങ്ങനെ ഞാൻ ആ സമയത്ത് അവിടെ ഇരുന്നില്ല. ഞങ്ങളൊപ്പമുള്ള BLOരോട് എന്തോ പറഞ്ഞു, ഇവിടുന്ന് മാറണം എന്തോ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ടാഗ് കാണിച്ചു താഴെ പോയി. പിന്നെ വീണ്ടും രണ്ടാമതും അദ്ദേഹം വന്ന് ഞങ്ങളവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ വളരെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളൊക്കെ BLOമാരാണെന്ന് പറഞ്ഞു. BLOമാരാണെങ്കിൽ ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കാൻ പാടില്ല എന്ന് വളരെ കയർത്ത് സംസാരിച്ചു അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇരുന്നത് ഇതിനാണ്, ഞങ്ങൾ വേറെ ഉദ്ദേശത്തിലല്ല, ഞങ്ങൾ ഈ കാര്യം ഇവിടെ ഇരുന്നേ ഉള്ളൂ, ഭക്ഷണം കഴിക്കേണ്ട കാര്യം പറയാൻ ഇരുന്നേ ഉള്ളൂ പറഞ്ഞു. അതൊന്നും ആ വീഡിയോയിലുള്ളത് പിന്നെ ഞാൻ അങ്ങോട്ട് ഇവരോട് പറയുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറച്ച് ഭാഗമേ ഉള്ളൂ ആദ്യമെടുത്ത വീഡിയോയിൽ. അപ്പോൾ അതിൽ ഞാനും ഇദ്ദേഹം തമ്മിലുള്ള ഇദ്ദേഹം കയർത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് എൻ്റെ ഹേർട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. എനിക്ക് വളരെ മോശമായ രീതിയിൽ നമ്മളെ അടിമകളെ പോലെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഈ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് BLOമാരനെയാണ്. നമ്മൾ ഒരാൾ പോലും പുറത്തു പോകാത്ത രീതിയിൽ എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം. എനിക്ക് വണ്ടി പോലും ഇല്ല, ഞാനൊക്കെ നടന്നുകൊണ്ടാണ്. എൻ്റെ ഭാഗത്ത് ആ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ വളരെ കുന്നും മലയുള്ള സ്ഥലമാണ്, അത് കയറി ഇറങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ ആ വിഷമത്തിലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സെൽഫ് റെസ്പെക്ട് ഹേർട്ട് ചെയ്ത രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ ഈ ടാഗ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ടാഗ് ഇങ്ങനെ ഊരി ഞാൻ ആരാന്നുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞു. അത് സമയത്ത് ഇദ്ദേഹം കോൾ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പേര് ഉദയൻ TP എന്ന SI, അദ്ദേഹം വരികയും വളരെ ഫിസിക്കൽ അസോൾട്ടാണ് അവിടെ ഉണ്ടായത്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എന്നെ ഉന്തി അങ്ങോട്ട് തള്ളിക്കൊണ്ടുപോവാണ്. അദ്ദേഹത്തിന് 2 വരി അതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പുറത്തു പോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ BLO ആണ്, എൻ്റെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന പ്രിമിസസിലാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിന് അറിയില്ല എന്ന് എനിക്കറിയില്ല, അതിനുള്ള വിവരം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം പറയുന്നത് പുറത്തു പോക്, ഇവിടെ നിൽക്കണ്ട, പുറത്തു പോ എന്ന രീതിയിൽ തള്ളി മാറ്റുകയാണ് ചെയ്തത്. അതിൻ്റെ കുറേ പ്രാവശ്യം തള്ളിയപ്പോഴാണ് ഞാൻ പിന്നെ ഷൗട്ട് ചെയ്ത് പറയുന്നത്, ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ പേര് ഉദയൻ TP എന്നല്ലേ, ഞാൻ സബ് കളക്ടർക്ക് പരാതി കൊടുക്കാൻ പോവാണ്, അവരുടെ ചേംബറിൽ നിങ്ങൾ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞത് ശരിയാണ്. അതില്ലാന്ന് ഒരിക്കലും നിഷേധിക്കുന്നില്ല, അത് വീഡിയോയിലുണ്ട്, കൃത്യമായിട്ടുണ്ട്, നിങ്ങളത് കേട്ടാൽ മനസ്സിലാവും. ഞാൻ അദ്ദേഹത്തെ എടാ പോടാ ഒന്നും അഭിസംബോധനയില്ല. FIRൽ അദ്ദേഹം എഴുതിയത് ആക്രോശിച്ചുകൊണ്ട് അങ്ങനെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ കൂട്ടം കൂടിയത് ഞങ്ങൾ 4 BLOമാരേ ഉള്ളൂ. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ഈ ഒരു സമരം തുടക്കമാണ്, സൂചന മാത്രമാണ്, സമരം തുടരുമെന്ന് കൂടെ ഇവരെല്ലാവരും പറഞ്ഞു വെക്കുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ KT പ്രമോദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. ഉണ്ട കണ്ണുണ്ടായ പോര മോനെ, കാണണം MES ഒഫ്താൽമോളജി. അത് കറക്റ്റ്, കാണണം, നന്നായിട്ട് കാണണം. MES ഒഫ്താൽമോളജി, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.